പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർ എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ അർപ്പിച്ചിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ മറ്റൊരു തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വയനാട്ടിൽ നിന്നൊരു സാധാരണക്കാരി മേയറെ വിശ്വാസം അർപ്പിച്ച് മേയർക്കൊരു കത്ത് അയച്ചിരിക്കുന്നു വീടില്ലാത്തതിന്റെ പേരിൽ. ആ കത്തിന് മേയർ കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് വന്നിരുന്നു. ആ കത്ത് വന്നത് വ്യക്തിപരമായ അഡ്രസ്സിലാണ്, എന്റെ വീട്ടഡ്രസ്സിലാണ് ആ കത്ത് വന്നത്. ഞാൻ അതിന്റെ ഒരു രണ്ട് ചെറിയ പാരഗ്രാഫ് മാത്രം വായിക്കാം. 2 പേജേ ഉള്ളൂ, ഒരു പേജേ ഉള്ളൂ. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അവർക്ക് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ചീരാൽ വില്ലേജ് നെന്മേരി പഞ്ചായത്ത് പാഴൂർ ദേശത്ത് താമസിക്കും നെല്ലിയാളം വീട്ടിൽ അജിത ബോധിപ്പിക്കുന്ന സങ്കട ഹർജി. സർ, ഞാനൊരു കിഡ്നി രോഗിയാണ്. 2 കിഡ്നിയും സിസ്റ്റായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഒരു ടാബ്ലറ്റിന്റെ പേര് 8 ടാബ്ലറ്റും മറ്റൊന്ന് 40 mg ഒരു ടാബ്ലറ്റുമാണ് ദിവസവും കഴിക്കുന്നത്. അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഞാനും ഭർത്താവിന്റെ പെങ്ങളും 5 മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഇപ്പോൾ നടുവേദനയും കുറച്ച് അസുഖം അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കോഴിക്കോട് ചികിത്സയിലായിരുന്നു. ഓരോരുത്തരായി ആശുപത്രി ആയതുമൂലം ഇതുവരെയായി ഒരു വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. ലൈഫ് മിഷനിൽ അപേക്ഷിച്ചിരുന്നു, കളക്ടർക്ക് നിവേദനം കൊടുത്തിരുന്നു. ഒരു വീടിനായി എവിടെ നിന്നും ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി എനിക്ക് ഒരു വീട് വെക്കാനുള്ള സഹായം അനുവദിച്ച് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം മേയർക്ക് വയനാട്ടിൽ നിന്ന് ഒരു വനിത, ഒരു വീട്ടമ്മ ഒരു കത്തെഴുതിയിരിക്കുകയാണ്. എന്തായാലും പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ. ഞാൻ മനസ്സിലാക്കുന്ന കോർപ്പറേഷനിലെ PNA സെക്ഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നതെന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിളിച്ച് ചോദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗിൽ ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും മേയർ എന്നുള്ളത് കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കാനുള്ള തടസ്സം ഉണ്ടാകും. എന്തായാലും മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 പേരെയും വിശ്വസിച്ചുകൊണ്ട് ഈ വനിത അയച്ചിരിക്കുന്ന കത്തിന് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഏറ്റെടുക്കുകയാണ്. ഈ കൗൺസിൽ, ഇന്നത്തെ കൗൺസിൽ അവർക്ക് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കും. നമ്മുടെ ഇന്നത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞ് 24 മണിക്കൂറിനകം മേയറുടെ പ്രതിനിധി വയനാട്ടിൽ അവരുടെ വീട്ടിലെത്തി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുമെന്ന് ഞാൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, എത്ര സുന്ദരമാണ്. വയനാട്ടിൽ നിന്നൊരു സാധാരണക്കാരി അവരുടെ കുടുംബത്തിലെ അവർക്കൊരു വീടില്ലാത്തതിന്റെ പ്രശ്നം, ഒരുപാട് അംഗങ്ങളുള്ളൊരു സാധാരണക്കാരി വിശ്വാസമർപ്പിച്ച് തിരുവനന്തപുരം മേയർ ഒരു കത്തയക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് മേയർ അത് അവതരിപ്പിച്ചുകൊണ്ട് മേയർ അത് 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വീടുമായി ബന്ധപ്പെട്ടൊരു പ്രതിനിധി വയനാട്ടിലേക്ക് എത്തിയിരിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം. ആ സ്ത്രീക്ക് വീട് തിരുവനന്തപുരം കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം. അതെത്ര സുന്ദരമാണ്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. വയനാട്ടില് മെമ്പറില്ലേ, വയനാട്ടില് വാർഡ് മെമ്പറില്ലേ, പഞ്ചായത്തില്ലേ, മുനിസിപ്പാലിറ്റി ഇല്ലേ, MLA ഇല്ലേ, MP ഇല്ലേ, ഇവരുടെ അടുത്തൊന്നും പോയിട്ട് ഒരു തരത്തിലും ഒരു വീട് കയറി കിടക്കാൻ ഒരു ഇടമില്ലാഞ്ഞിട്ട് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർക്ക് കത്തയച്ചതാ. എത്ര പരാജയമാണ്. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങള് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കോ. പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങള് പ്രിയങ്ക ഗാന്ധി അല്ലേ വയനാട്ടിൽ മത്സരിക്കുന്നത്? ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ ഒരു MP വയനാട്ടുകാര് വിജയിപ്പിക്കാറുള്ളത്? പ്രിയങ്ക ഗാന്ധിയൊക്കെ ടൂറല്ലേ യഥാർത്ഥത്തില് വയനാട്ടിലേക്ക് വരാറുള്ളത്? അല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാറുണ്ടോ? കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ ഒരു പരാജയം കൂടിയാ നമ്മൾ ഈ കേട്ടിട്ടുള്ള ഈ കത്ത് എന്ന് പറയുന്നത്. ഒരു സാധാരണക്കാരിക്ക് പ്രിയങ്ക ഗാന്ധിയിൽ പോലും ഒരു വിശ്വാസവും. പിന്നെ എങ്ങനെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ MLA മുതൽ ഇവരെ വിശ്വസിക്കാൻ സാധിക്കുക? ഇടതുപക്ഷം എത്ര പരാജയ. ഇവിടെ കേരള സർക്കാർ എത്ര പഞ്ചായത്തുകൾ LDF ഭരിക്കുന്നുണ്ട്, എത്ര മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്, എത്ര കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട്. സാധാരണക്കാരിയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു തരത്തിലും ഇവിടെയുള്ള UDF-നെയോ LDF-നെയോ
ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കാഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിലെ മേയർക്ക് കത്തയച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുള്ളത്? നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചോ. കേരളത്തിൽ ഇതൊരു പുതുമയായിരുന്നു. കാരണം മറ്റൊന്നല്ല, ഇതിനു മുമ്പേയും ബജറ്റ് ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ പാർട്ടി ഓഫീസിൽ മാത്രമേ അറിയായിരുന്നു. നമ്മള് സാധാരണക്കാർ അത് തിരിച്ചറിയൽ ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയ സമയത്ത് ബജറ്റ് അവതരണം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു. കാരണം എന്താ? സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു ബജറ്റിലെ ഓരോ പ്രഖ്യാപനങ്ങളും. അത് വയനാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും ചർച്ച ചെയ്തു, തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരത്തെ മേയർ ബജറ്റിൽ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പതിപ്പിക്കുന്നതിൽ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതിക്ക് എതിരെയാണ് കേരള സർക്കാർ നിലകൊള്ളുന്നത്. കേരള സർക്കാർ ആണെങ്കിൽ അവരും വീട് വെച്ചു കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ കേരള സർക്കാർ തടഞ്ഞു വെക്കുന്നു. കേരള സർക്കാർ ആണെങ്കിൽ സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കുന്നില്ല. അവരുടെ ആ ഒപ്പിടാത്ത ലോഗോക്കെതിരെ കേരള സർക്കാർ നിൽക്കുന്നത് കൊണ്ടാണ് വീടില്ലാത്തത് എന്ന് ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാതെ വീടില്ലാത്തവർക്ക് വീട് വേണമെന്ന നിലപാട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP എടുത്തു. കൃത്യമായിട്ട് അവരൊരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. കോർപ്പറേഷൻ തന്നെ അവിടെ വീടില്ലാത്ത സകല ആളുകൾക്കും വീട് നിർമ്മിച്ചു നൽകുമെന്ന്. കേരള സർക്കാർ അതിന് സഹായിച്ചാൽ അത് സ്വീകരിക്കുകയും ചെയ്യും. ഇത് കേരളം ഒന്നടങ്കം സാധാരണക്കാർ ചർച്ച ചെയ്തു എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ? വയനാട്ടിലെ ഒരു സാധാരണക്കാരി പോലും മേയറെ വിശ്വസിച്ചുകൊണ്ട് കത്തയക്കുന്നത്. തിരുവനന്തപുരത്തിന് BJP ഭരിക്കുന്നത് കൊണ്ട് വീടില്ലാതെയാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. കൃത്യമായ കണക്കുകൾ എടുക്കുന്നു. കൃത്യമായിട്ട് രേഖകൾ അനുസരിച്ച് ഓരോ വീടുകളും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം ജനതക്ക് നിർമ്മിച്ചു നൽകാൻ പോകുന്നു. വീടില്ലാത്ത ആളുകൾക്ക്, സകല ആളുകൾക്കും ഒരു ലൈഫ് മിഷൻ പദ്ധതി, ഒരു കേരള സർക്കാരിന്റെ പദ്ധതിയെയും കാത്തിരിക്കാനല്ല പറയുന്നത്. കണക്കെടുത്തിട്ട് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകുക. ഇത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരു സാധാരണക്കാരി കത്തയക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭരണാധികാരി എന്താവണം, ജനങ്ങൾ എന്താണ് ഒരു ഭരണാധികാരിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനേക്കാൾ ഒരു പടി ഉയരത്തിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും മേയർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം പരിധിയിലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ, ഞങ്ങൾ കോർപ്പറേഷൻ അല്ലേ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ കത്ത് മാറ്റിവെക്കാമായിരുന്നു. എന്നാൽ അതല്ല മേയർ ചെയ്തിട്ടുള്ളത്. ആ കത്ത് സ്വീകരിച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ തുടങ്ങിയിരിക്കുന്നു. വീട് നിർമ്മിച്ചു നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഓരോ മലയാളിയും തിരിച്ചറിയണം, തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇന്ന് BJP ഭരിക്കുന്നത്. നാളെ നമ്മുടെ കേരളം BJP ഭരിച്ചാൽ വീടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന വ്യക്തമായൊരു സന്ദേശം കൂടിയല്ലേ ഈ മേയറുടെ പ്രഖ്യാപനത്തിലൂടെ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡ് കൗൺസിലർമാർ ഉൾപ്പെടെ 101 പേർക്കും, അതേപോലെ തന്നെ മേയർക്കും, ഭരിക്കുന്ന BJPക്കും ഹൃദയത്തിൽ നിന്ന് ഓരോ സാധാരണക്കാരനും നന്ദി അറിയിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ആര് നോക്കിയിട്ടില്ലെങ്കിലും തിരുവനന്തപുരത്ത് ഒരു സംവിധാനം കേരളത്തിലെ സാധാരണക്കാരെ നോക്കാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഹൃദയത്തിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു.